നമസ്കാരം. പൂനെയിലെ കേതൻ അഗർവാൾ കൊലപാതക കേസിൽ പ്രതികളായ സിയ ഗോയൽ, കാമുകൻ ചേതൻ ചൗധരി എന്നിവർക്ക് പുറമെ മൂന്നാമതൊരാൾക്ക് കൂടി പങ്കുണ്ടോ എന്ന സംശയത്തിൽ അന്വേഷണം വ്യാപിപ്പിച്ചു പോലീസ്. ക്രൂരമായ ഈ കൊലപാതകം ആസൂത്രണം ചെയ്തതിലും അത് നടപ്പിലാക്കിയതിലും പ്രതികൾക്ക് മറ്റാരുടെയെങ്കിലും ബാഹ്യ സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നാണ് പൂനെ റൂറൽ പോലീസ് ഇപ്പോൾ പ്രധാനമായും അന്വേഷിക്കുന്നത്. കേസിന്റെ വിവിധ വശങ്ങൾ പരിശോധിക്കുന്നതിന് ഭാഗമായി കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിയായ സിയയുടെ സഹോദരൻ സാഹിൽ ഗോയൽ, മാതാപിതാക്കളായ പ്രവീൺ, പൂജ ഗോയൽ എന്നിവരടക്കമുള്ള കുടുംബാംഗങ്ങളെ അന്വേഷണ സംഘം വിശദമായി ചോദ്യം ചെയ്തിരുന്നു. ഇതിനു പുറമെ സിയയുടെയും കേതന്റെയും വിവാഹത്തിന് മുന്നിട്ടിറങ്ങി പ്രവർത്തിച്ച മിത്തൽ ദമ്പതികളിൽ നിന്നും പോലീസ് വിവരങ്ങൾ ശേഖരിച്ചു. കൊലപാതകം നടക്കുന്നതിന് തൊട്ടു മുൻപുള്ള ഇവരുടെ ബാലി യാത്രയ്ക്ക് മുന്നോടിയായി ഇവരെ വിമാനത്താവളത്തിൽ എത്തിച്ച ക്യാബ് ഡ്രൈവറെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ കേസിൽ മൂന്നാം പ്രതിയായി പോലീസ് സംശയിക്കുന്നത് ആരെയാണെന്ന കാര്യം നിലവിൽ അന്വേഷണ ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിട്ടില്ല. മുഖ്യപ്രതികളായ സിയയുടെയും ചേതന്റെയും കസ്റ്റഡി കാലാവധി 2 ദിവസത്തിനുള്ളിൽ അവസാനിക്കുകയാണ്. ഇതിനു മുൻപായി ഇവരെ ഒരുമിച്ചിരുത്തി വീണ്ടും വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. കൊലപാതകം നടന്ന ദിവസം കേതൻ അഗർവാളിനെ മലമുകളിൽ നിന്ന് തള്ളിയിട്ടതിന് തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന്റെ മൊബൈൽ ഫോൺ സിയ കൈക്കലാക്കിയിരുന്നു. പിന്നീട് വിവരമറിഞ്ഞ് സംഭവ സ്ഥലത്തേക്ക് എത്തിയ കേതന്റെ ബന്ധുക്കൾക്ക് സിയ ഈ ഫോൺ കൈമാറുകയും ചെയ്തു. എന്നാൽ ഫോൺ ബന്ധുക്കൾക്ക് നൽകുന്നതിന് മുൻപ് തന്നെ അതിലുണ്ടായിരുന്ന കൊലപാതക ആസൂത്രണവുമായി ബന്ധപ്പെട്ട നിർണായക വിവരങ്ങളും സന്ദേശങ്ങളും സിയ മനഃപൂർവ്വം അയച്ചു കളഞ്ഞിട്ടുണ്ടാകാമെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത വിവരങ്ങൾ വീണ്ടെടുക്കുന്നതിനും ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നതിനുമായി ഫോൺ ഉടൻ തന്നെ വിദഗ്ധ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. അതിനിടെ മുഖ്യപ്രതിയായ സിയ ഗോയൽ ഒരു പബ്ബിൽ ഇരുന്ന് മദ്യപിക്കുന്നതും ഫോണിലൂടെ അസഭ്യവർഷം നടത്തുന്ന ഒരു പഴയ വീഡിയോ പുറത്തു വന്നതോടെ വീണ്ടും വാർത്തകളിൽ നിറയുകയാണിത്. 2025 ഡിസംബറിൽ ചിത്രീകരിച്ചതെന്ന് കരുതപ്പെടുന്ന ഈ വീഡിയോ ക്ലിപ്പിൽ സിയ ഒരു നൈറ്റ് ക്ലബിനുള്ളിൽ ബിയർ ബോട്ടിൽ എന്ന് തോന്നിക്കുന്ന ഒന്ന് കയ്യിൽ പിടിച്ച് ഫോണിൽ സംസാരിക്കുന്നത് കാണാം. സംഭാഷണത്തിനിടയിൽ അവർ അസഭ്യവർഷം നടത്തുകയും ആദ്യം അവൻ എന്നെ ചതിക്കുന്നു, എന്നിട്ട് എന്നെ വിളിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കുകയും ചെയ്യാം. ഈ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. സിയയുടെയും കേസിൽ കൂട്ടുപ്രതിയായ ചേതൻ ചൗധരിയുടെയും മറ്റു പല വീഡിയോകളും ചിത്രങ്ങളും ഇന്റർനെറ്റിൽ വീണ്ടും പ്രചരിക്കുന്നുണ്ട്. അത്തരമൊരു ക്ലിപ്പിൽ കൊലപാതകം നടക്കുന്നതിന് മുൻപ് ഇരുവരും ഒരുമിച്ച് ഒരു ക്രിക്കറ്റ് ലീഗ് മത്സരം കാണുന്നത് ദൃശ്യമാണ്. ജൂൺ 18 വ്യവസായിയായ കേതൻ അഗർവാളിനെ ലോഹിത് കോട്ടയിലെ മലമുകളിൽ നിന്ന് തള്ളി താഴെയിട്ട് കൊലപ്പെടുത്തിയത്. പ്രതിശ്രുത വരനും വധവുമായിരുന്ന കേതന്റെയും സിയയുടെയും വിവാഹം ഈ വർഷം നവംബറിൽ നടക്കാനിരിക്കുകയായിരുന്നു. കേതൻ അഗർവാളിനെ കൊലപ്പെടുത്താൻ സിയ ഗോയലും അവരുടെ കാമുകൻ ചേതൻ ചൗധരിയും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നാണ് പോലീസ് ആരോപിക്കുന്നത്. സംഭവത്തിന് ശേഷം അറസ്റ്റിലായ ഇരുവരെയും ജൂലൈ 3 വരെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ്. അതിനിടെ ചേതൻ ചൗധരിയുമായി തന്റെ മകൾക്കുണ്ടായിരുന്ന ബന്ധത്തെക്കുറിച്ച് തനിക്ക് മുൻകൂട്ടി അറിവുണ്ടായിരുന്നില്ലെന്നും ഇക്കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ വിവാഹകാര്യത്തിൽ പുനർവിചിന്തനം നടത്തുമായിരുന്നുവെന്ന് സിയുടെ പിതാവ് പ്രവീൺ ഗോയൽ ബുധനാഴ്ച വ്യക്തമാക്കി. എനിക്ക് ഈ കേസിനെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. എന്തെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും നടപടി സ്വീകരിക്കുമായിരുന്നു. ബന്ധപ്പെട്ട ആളോട് സംസാരിക്കുകയും ഇത്തരം വിവരങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ ആലോചനയെക്കുറിച്ച് വീണ്ടും ചിന്തിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ 1% പോലും ഇങ്ങനൊരു കാര്യം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് പൂനെ പോലീസിന്റെ ഏകദേശം 12 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. തങ്ങളുടെ നിശ്ചയത്തിന് മുൻപ് സിയയുടെയും കേതന്റെയും ജാതകം ഒത്തുനോക്കിയിരുന്നതായും ജാതകപ്പൊരുത്തത്തിൽ എല്ലാം ഒത്തുചേർന്നതായി കുടുംബം അറിയിച്ചിരുന്നതായി പ്രവീൺ ഗോയൽ കൂട്ടിച്ചേർത്തു. തന്റെ മകനും കേതൻ അഗർവാളിന്റെ സഹോദരിയും തമ്മിലുള്ള മറ്റൊരു വിവാഹാലോചനയെക്കുറിച്ച് ഇരു കുടുംബങ്ങളും ചർച്ച നടത്തിയിരുന്നുവെന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും അദ്ദേഹം തള്ളി. ഇല്ല, ഒരിക്കലുമില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങനെ ഒരു കാര്യമില്ല. അങ്ങനെ ഒരു ആചാരമോ രീതിയോ നിലവിലില്ല എന്നും അദ്ദേഹം പറഞ്ഞു. കേതനുമായി ബന്ധപ്പെട്ട അഭിഭാഷകൻ അശുതോഷ് ശ്രീവാസ്തവയ്ക്കെതിരെയുള്ള ആരോപണങ്ങളോട് പ്രതികരിച്ച അദ്ദേഹം താൻ വക്കീലിനെ നിയോഗിക്കുകയോ നേരിട്ട് കാണുകയോ ചെയ്തിട്ടില്ലെന്നും താനോ കുടുംബാംഗങ്ങളോ അദ്ദേഹത്തിന്റെ സേവനം ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി.